ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചില ദുരന്തങ്ങൾ അസാധാരണമാം വിധം വിചിത്രമാണ്. അത്തരത്തിൽ കൃത്യം 211 വർഷങ്ങൾക്ക് മുൻപ് ലണ്ടൻ നഗരം അസാധാരണമായൊരു ദുരന്തത്തിനിരയാകുന്നു. തീപിടുത്തമോ വെള്ളപ്പൊക്കമോ ഭൂകമ്പമോ അല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ ബിയർ നഗരത്തെ വിഴുങ്ങുന്നു. ഭീമൻ സുനാമി തിരമാല പോലെ ബിയർ നഗരത്തിലുടനീളം ഒഴുകി നീങ്ങിയ ആ ദിവസം 1814 ഒക്ടോബർ 17. മദ്യപാനീയമായ ബിയർ ദുരിതം വിതച്ച ഈ കഥ ലണ്ടൻ ബിയർ ഫ്ലഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നഗരത്തിന്റെ ഹൃദയഭാഗമായ ടോട്ടൻ കോർട്ട് റോഡിനരികിലായിരുന്നു മെക്സൻ കോയുടെ ഉടമസ്ഥതയിലുള്ള ഹോഴ്സ് ഷൂ ബ്രൂവറി. ഇവിടെ പോർട്ടർ എന്നൊരു തരം വീര്യമുള്ള ബിയർ പുളിക്കാനായി വലിയ വീപ്പകൾ സൂക്ഷിച്ചിരുന്നു. ഇതിലെ ഏറ്റവും വലിയ വീപ്പയ്ക്ക് ഏകദേശം 22 അടി ഉയരമുണ്ടായിരുന്നു. അതിൽ 5,80,000 ലിറ്റർ മുതൽ 14,70,000 ലിറ്റർ വരെ ബിയർ സംഭരിച്ചിരുന്നു. അന്ന് വൈകുന്നേരം 4 മണിയോടെ ഒരു ബിയർ വീപ്പയുടെ ചുറ്റുമുള്ള 320 കിലോഗ്രാമോളം ഭാരമുള്ള ഇരുമ്പ് വളയം അഴിഞ്ഞ് താഴെ വീണു. ഇതൊരു നിത്യസംഭവമായതിനാൽ ജീവനക്കാർ നൽകിയ മുന്നറിയിപ്പ് സൂപ്പർവൈസർ അവഗണിച്ചു. കൃത്യം 1 മണിക്കൂർ പിന്നിട്ടതും ബിയറിന്റെ സമ്മർദ്ദം താങ്ങാനാകാതെ ആ ഭീമൻ വീപ്പ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സമീപത്തുണ്ടായിരുന്ന മറ്റ് വീപ്പകളും തകർന്നു. അതോടെ പുളിപ്പിച്ച ബിയർ ഒരു വലിയ തിരമാലയായി ബ്രൂവറിയുടെ ചുമരുകൾ തകർത്തുകൊണ്ട് പുറത്തേക്ക് കുത്തിയൊലിച്ചൊഴുകി. 15 അടി ഉയരത്തിൽ ബിയർ തിരമാലകൾ വീടുകൾ, കടകൾ, തെരുവുകൾ എല്ലാം തകർത്തു. ബ്രൂവറിയുടെ പിന്നിലെ ദരിദ്ര ചേരി പ്രദേശമായ സെന്റ് ഗൈൽസ് റൂക്കറിയിലേക്കായിരുന്നു ഈ ബിയർ പ്രളയം പാഞ്ഞൊഴുകിയത്. ഈ അപ്രതീക്ഷിത ദുരന്തത്തിൽ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനെത്തിയവരും ബിയറിൽ മുങ്ങി. അന്വേഷണത്തിൽ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്നായിരുന്നു കോടതിയുടെ വിധി. അങ്ങനെ കമ്പനിക്ക് നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിച്ചു. ഈ ദുരന്തം വലിയ അളവിൽ മദ്യം സൂക്ഷിക്കാൻ മരവീപ്പകൾക്ക് പകരം സിമന്റ് ടാങ്കുകൾ ഉപയോഗിക്കുന്നതിലേക്ക് വ്യവസായത്തെ പതുക്കെ മാറ്റിമറിച്ചു.